ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജനലിൻ്റെ ഒക്കെ കോർണറിൽ കിച്ചണിലൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ചെറിയ പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒത്തിരി ആളുകൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരൊക്കെ ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഈ ഇത്തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓക്സിജൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാനും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനൊക്കെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതോടെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് സെറ്റ് ചെയ്യുന്ന മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ്, മണൽ, പെർലൈറ്റ്, ആ ഒരു മണി പോലെ കാണുന്നത് പെർലൈറ്റാണ്. നമ്മൾ ഇൻഡോർ പോട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെടുക്കുന്ന പോട്ടിംഗ് മിക്സിൽ പെർലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന വെള്ളം ആ ഒരു പെർലൈറ്റ് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാം, നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വെരിഗേറ്റഡായിട്ടുള്ള, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ട് വാങ്ങിയിട്ടുള്ളത് 60 രൂപയ്ക്കാണ് കേട്ടോ. ഒരു പോട്ടിന് വരുന്നത് 60 രൂപയാണ്. ഇതൊരു ചെറിയ പോട്ടായതുകൊണ്ട് തന്നെ അതിലേക്ക് സെറ്റായിട്ടുള്ളൊരു പ്ലാന്റ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു ചെറിയൊരു തൈ നമ്മൾ അതിൻ്റെ കിഴങ്ങോട് കൂടി നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തൈ പൊട്ടി വരത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ട് നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിട്ട്. നമുക്ക് മടിയന്മാർക്കൊന്നും പറ്റില്ല ഈ ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് നോക്കി നടക്കാനൊക്കെ. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് നല്ല മെയിൻ്റെനൻസ് ഉണ്ട്. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കണം, ഉണങ്ങിയ ഇലകൾ ഒഴിവാക്കണം. അതിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോട്ടിംഗ് മിക്സ് ഡ്രൈ ആണെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല കിഴങ്ങൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങൊക്കെ ചീഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല ഇത് നോക്കി നടക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടുതലായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്ലാന്റുകൾ, ഇപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന നല്ല അടിപൊളി പ്ലാന്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ കൂടുതലായിട്ട് നമുക്ക് പുറത്തേക്ക് തരാം. അപ്പോൾ നമുക്ക് ശ്വസിക്കാനൊക്കെ നല്ല രീതിയിൽ നമുക്ക് റൂമിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വീടുകളിലൊക്കെ AC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒരു ഓൾസ് പോലും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടാനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഓരോ പ്ലാന്റിൻ്റെ വെറൈറ്റി അനുസരിച്ച് നമ്മുടെ വീട്ടിൽ പെറ്റ്സും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുന്നേ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന സമയത്ത് പെറ്റ്സിനൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് പെർലൈറ്റാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പെർലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു അധികമുള്ള വെള്ളം ഈ ഒരു പെർലൈറ്റ് വലിച്ചെടുക്കും. അപ്പോൾ പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ ചീച്ചലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും അതിലൊക്കെ പെർലൈറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പെർലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്ലേ ബോളൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലേ ബോൾ അല്ലാണ്ട് തന്നെ ഒരുപാട് വെള്ളാരം കല്ലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിലൊക്കെ ആ ഒരു മണ്ണ് കാണാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ക്ലേ ബോൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ സൈഡിലൊക്കെ കുറച്ച് ക്ലേ ബോളൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്, നമുക്ക് ഏതൊരു പ്ലാന്റും ഈ ഒരു ചെറിയ പോട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഭംഗിയുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ട് വാങ്ങിയ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു പ്ലാന്റ് തന്നെ ആയിരുന്നു സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മുറ്റത്താണെങ്കിൽ ഒരുപാട് സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോട്ട് വാങ്ങിയപ്പോൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് തന്നെ ഇതിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ മെഷീൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഒക്കെ സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രഷ് ഫീലായിരിക്കും. അത് പഠിക്കാനൊക്കെ
കിടക്കാൻ തന്നെ അവർക്ക് നല്ലൊരു ഉന്മേഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാനൊക്കെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.